തൃശൂരിൽ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായെങ്കിലും മഴ ശക്തമായി തുടരുകയാണ്. നഗരത്തിൽ ഇന്നലെ രാത്രി കനത്ത മഴയാണ് പെയ്തത്. ഇക്കണ്ടവാര്യർ റോഡ്, വിയ്യൂർ പവർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ സബ് കളക്ടറെ കളക്ടർ ബി ആർ കൃഷ്ണതേജ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നീക്കം. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. തൃശൂരിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? വെള്ളക്കെട്ടിന് ഏതെങ്കിലും തരത്തിൽ ശമനമുണ്ടോ? എന്താണ് വിവരങ്ങൾ? പ്രവിധ, തൃശ്ശൂരിൽ മഴ താൽക്കാലികമായി വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ രാത്രി തന്നെ നല്ല മഴയാണ് പെയ്തത്. പക്ഷേ ഇപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ പ്രധാന റോഡുകളിലെല്ലാം തന്നെ ഇന്നലെ രാത്രിയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, അത് ഇക്കണ്ടവാര്യർ റോഡാകട്ടെ, വിയ്യൂർ പവർ സ്റ്റേഷന് സമീപമാകട്ടെ, അവിടെയെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ നഗരത്തെ സംബന്ധിച്ച് നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികളുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ തദ്ദേശ സ്ഥാപനങ്ങളുമായി എല്ലാം തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് പ്രശ്നബാധിത പ്രദേശങ്ങളായുള്ളത്, വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഈ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള മേഖലകൾ, അവിടെയെല്ലാം തന്നെ അടിയന്തരമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് കോൾപ്പാടങ്ങളും ബണ്ടുകളും അനവധിയുള്ള ഇടങ്ങളാണ്. അവിടെയെല്ലാം തന്നെ അതാത് മേഖലകളിലെ കമ്മിറ്റികളുണ്ട്. ഇത് ചുമതല കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികൾ തന്നെ ഇതിന്റെ തൽസ്ഥിതി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഈ വെള്ളം ഉയരാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ രാവിലെ മഴ വിട്ടു നിൽക്കുന്നു. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ മഴയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകൾ, പ്രത്യേകിച്ച് അതിരപ്പള്ളിയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. വനത്തിനുള്ളിൽ പോലും നല്ല രീതിയിൽ മഴ പെയ്യുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പെരിങ്ങൽകുത്ത് ഡാമിലേക്കുള്ള നീരൊഴുക്കെല്ലാം തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രവിധ. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.